രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. മാഡം അത് ദീപകിന്റെ കാര്യത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ? വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. എനിക്കറിയാം. സാധാരണക്കാർ ശ്രദ്ധിച്ചാൽ എത്ര പേരാണ് വ്യാജ പരാതി? നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. 11 പേർക്കെതിരെ കള്ളപ്പരാതി നിന്നിട്ടാണ് സാറ് പറഞ്ഞ ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനം ഉണ്ടെന്ന്. 11 പേർക്കെതിരെ, വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുകയാണ്. ഉടനെ മീഡിയക്കാരിൽ ഓടിച്ചെല്ലുന്നു. ആദ്യം ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു, മൂന്നാമത് വേറൊന്ന് പറഞ്ഞു. ഈ മീഡിയക്കാരടക്കം ഗ്രാവിറ്റി കൂട്ടി എരിവും പുളിയും കൂട്ടി മാറി പറയാൻ എത്ര പേർക്കെതിരെ കള്ളപ്പരാതികൾ വന്നു നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ അവസാനമാണ് സാറ് പറഞ്ഞൊരു കാര്യം, ഹൈക്കോടതിയിൽ ഹേമ ഐശ്വര്യ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, ബസ്സിൽ കയറുമ്പോൾ തന്നെ അറിയാം ആണുങ്ങൾ കയ്യും കാലും കയറുമ്പോൾ തന്നെയല്ല അവരുടെ മൂവ്മെന്റ്സ് കാണുമ്പോൾ ചെയ്യേണ്ടത്. ആദ്യമൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു റെസ്പോണ്ട് ചെയ്യാൻ. വീഡിയോ എടുത്തതിൽ ഒരു തെറ്റുമില്ല. അവരുടെ അപ്രോച്ച് ശരിയല്ല. അവരുടെ അപ്രോച്ച് ശരിയല്ല. ഞാൻ പറഞ്ഞോട്ടെ, അവരുടെ അപ്രോച്ച് ശരിയല്ല. അവരുടെ അപ്രോച്ച് ശരിയല്ല. അവര് മോക്ക് വയലൻസില് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമായിരുന്നു. അവര് മോക്ക് വയലൻസിന് കൊല്ലാൻ കൊടുക്കരുത്. അതാണ് പ്രശ്നം. മാഡം, ആ കുട്ടി കണ്ടക്ടറോട് പരാതി പറഞ്ഞില്ല. ആ പെൺകുട്ടി കണ്ടക്ടറോട് പരാതി പറഞ്ഞില്ല. ആ പെൺകുട്ടി ഇയാളോട് പരാതിയോ ബാക്കിയുള്ളവരോടോ പരാതി പറഞ്ഞില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.